പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയങ്കരനായ സമര പോരാളി കേരളത്തിലെ ഭരണകൂടത്തിന്റെ അനീതിക്കെതിരായി അതിശക്തമായ സമര പോരാട്ടങ്ങളിലൂടെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, KSU പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരായി, ആരോഗ്യരംഗത്തെ കച്ചവടത്തിനെതിരായി, കേരളത്തിലെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിനെതിരായി അതിശക്തമായ പ്രക്ഷോഭം നടത്തി ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് ഈ നാട്ടിലെ പോലീസും ഇടതുപക്ഷവും കള്ളക്കേസിൽ കുടുക്കിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അഭിമാനത്തോടുകൂടി നെഞ്ചുവിരിച്ച് ഞാൻ നടത്തിയ പോരാട്ടം ഈ സർക്കാരിന്റെ നെറുകേടിനെതിരാണ് എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ സമരം അവസാനിച്ച് നമ്മുടെ പ്രിയങ്കരനായ സമരനായകൻ മിഥുൽ ബാലൻ ഈ തോടന്നൂർ അങ്ങാടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വടകര റെയിൽവേ സ്റ്റേഷനിലും കണ്ണൂർ DCCയും ഇവിടെ തിരുവള്ളൂർ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയും ഒക്കെ നടത്തി കൊടുത്ത ഉജ്ജ്വലമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ശ്രീ മിഥുൽ ബാലൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നാളുകളിൽ നടക്കുന്ന ഈ ഇടതുപക്ഷത്തിനെതിരായി, CPMന്റെ കള്ളക്കഥകൾക്കെതിരായി ഉജ്ജ്വലമായ സമര പോരാട്ടത്തിൽ മിഥുൽ ബാലൻ കേരളത്തിലെ KSUവിനോടൊപ്പം, യൂത്ത് കോൺഗ്രസിനോടൊപ്പം, മതേതര പ്രസ്ഥാനത്തോടൊപ്പം ഉജ്ജ്വലമായി മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയങ്കരായ സമര നേതാക്കന്മാരെ, സഹപ്രവർത്തക സുഹൃത്തുക്കളെ, വളരെ വൈകാരികമായ നിമിഷത്തിലൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകർ കടന്നുപോകുന്നത്. നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് ഒരു നുണയക്ഷിയായ ആരോഗ്യമന്ത്രി നടത്തിയ തെമ്മാടിത്തത്തിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട മിഥുൽ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മിഥുൽ ബാലൻ ജയിലിലേക്ക് പോകേണ്ടി വന്നത്. അതൊരു കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഭാഗമായിട്ടാണ്. നമുക്കറിയാം, കേരളത്തിലും വടകരയിലും കാഫിർ സ്ക്രീൻഷോട്ടിന് ശേഷം CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നടപ്പിലാക്കാൻ ശ്രമിച്ച വ്യാജ ആരോപണത്തിന്റെ അടുത്ത സെക്ഷനായിരുന്നു ഈ പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ആക്രമണം എന്ന് പറയുന്നത്. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. DYFIയുടെ നേതാക്കന്മാരാണ് ഈ മിഥുൽ ബാലന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞ കേസിലെ പ്രതികൾ. ആ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കോഴിക്കോടുകാരനാണ്. അദ്ദേഹം നുണ പറച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അവാർഡ് ഈ പറയുന്ന നമ്മുടെ വീണ ജോർജിന് സമ്മാനിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. നുണയക്ഷി എന്ന അവാർഡ് അത് വീണ ജോർജിനാണ് കൂടുതൽ ചേരുക, അത് CPMനാണ് ചേരുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമര പോരാട്ടം അത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. നമ്മുടെ മിഥുലിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും തകർക്കാൻ ശ്രമിച്ച CPMന്റെ DYFIയുടെ നേതാക്കന്മാർക്കെതിരെ കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നവരെ യൂത്ത് കോൺഗ്രസിന്റെ കേരള വിദ്യാർത്ഥിയുടെ കോൺഗ്രസിന്റെ പോരാട്ടം തുടരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. ഏറെ പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, ആദ്യം തന്നെ ഈ നാട്ടിലുള്ള എന്റെ നാട്ടുകാരോട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ഈ 16 ദിവസം ജയിലിൽ കിടന്ന സമയത്ത് എന്റെ വീട്ടില് താങ്ങും തണലുമായി നിന്ന നിങ്ങൾക്ക് എന്റെ ഹൃദയത്തിൽ നിന്നൊരു നന്ദി പറയുന്നു. ശ്രീ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതുൽ MC പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനന്ന് കണ്ണൂരിലെത്തിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉണ്ടെന്ന വിവരമായിരുന്നു അന്ന് ഞങ്ങൾ കിട്ടിയത്. നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ അവസ്ഥ എന്താണെന്ന്, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അവസ്ഥ എന്താണെന്ന്. വയറിൽ കത്രിക വെച്ച് കെട്ടുന്നു, കൈ മുറിച്ചു മാറ്റുന്നു, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ? ഞങ്ങൾ പ്രതിഷേധിച്ചു, കരിങ്കൊടി ഉയർത്തിപ്പിടിച്ചു, മുദ്രാവാക്യം വിളിച്ചു. എന്നാൽ മന്ത്രി അവിടെ ഒരു ഭ്രാന്തിയെ പോലെ നടന്നു, ഭ്രാന്തിയെ പോലെ. അവിടെ ഒരു തിരക്കഥ എഴുതി, ഷംസീറിന്റെ തിരക്കഥ.
എന്നാൽ ആ തിരക്കഥ ജനങ്ങൾ ചുരുട്ടിക്കെട്ടി ചവിട്ടി കൊട്ടയിലേക്ക് എറിഞ്ഞു. അതിന്റെ തെളിവാണ് ഇന്ന് എനിക്കിവിടെ ലഭിച്ച സ്വീകാര്യത. എനിക്ക് പറയാനുള്ളത്, എന്റെ വീടിന് അവർ ബോംബെറിഞ്ഞു. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല എന്റെ വീട്ടിലേക്കുള്ള ആക്രമണം, എനിക്ക് നേരെയുള്ള ആക്രമണം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ അവർ റൂമിൽ വന്ന് SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ എന്നെ ആക്രമിച്ചിരുന്നു. വയറിന് അവർ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഞാൻ തളർന്നില്ല. നിരവധി തവണ ക്യാമ്പസിൽ വെച്ച് എന്നെ ആക്രമിച്ചു. ഞാൻ തളർന്നില്ല. തോട്ടഡ് ITL വെച്ച് എന്നെ ആക്രമിച്ചു. ഞാൻ തളർന്നില്ല. എന്നെ 16 ദിവസം ജയിലിൽ അടച്ചു. ഞാൻ തളർന്നില്ല. ഇനി ഒരിക്കലും തളരുകയില്ല. ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏറെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, വലിയ ജനാധിപത്യ ബോധമുള്ള ഈ രാജ്യത്ത് ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഈ മണ്ണ് നേതൃത്വം കൊടുത്തു മുന്നോട്ട് പോയിരുന്ന ഒരു സാഹചര്യത്തിൽ അതേപോലെയുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഏറ്റവും വലിയ സമരത്തിന് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ബിദുൽ ഉൾപ്പെടെ ജില്ലാ KSU കമ്മിറ്റിയുടെ കണ്ണൂർ ജില്ലാ KSU കമ്മിറ്റിയുടെ അതുൽ MC ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകൻ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഏതാവശ്യത്തിന്റെ പേരിലായിരുന്നു ആ കാലഘട്ടത്തിനകത്ത് പറയുന്ന കണ്ണൂരിന്റെ റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് ഈ പറയുന്ന കരിങ്കൊടി പ്രതിഷേധവുമായി മുന്നോട്ട് പോയത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്നതായിട്ടുള്ള ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി നടപടിയെടുക്കേണ്ട, അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട ആ പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വലിയ തരത്തിലുള്ള PR വർക്കുകളുമായിട്ട് ഈ പറയുന്ന സഖാവ് പിണറായി വിജയനെ പ്രീണനം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വാഴ്ത്തുപാട്ടുകൾ നടത്തി മുന്നോട്ട് പോകുമ്പോ കേരള വിദ്യാർത്ഥിയുടെ ചുണക്കുട്ടികളായിട്ടുള്ള ആളുകൾ അവർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വലിയ ആഹ്വാനം പാർട്ടി കൊടുത്തപ്പോ അതിനെ തെരുവിൽ തടയുമെന്ന് പറഞ്ഞപ്പോ അതിനെ കൃത്യമായിട്ട് കണ്ണൂരിന്റെ തെരുവിൽ CPMന്റെ ഗുണ്ടാ സംഘങ്ങൾ നിളയമാടുന്ന ആ മണ്ണിൽ തന്നെ തടഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഇവിടത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് അതിനുവേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ വന്നിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ, പ്രിയപ്പെട്ട ഈ പാർട്ടിയുടെ ബാക്കിയുള്ള ആളുകളെ, കേരള വിദ്യാർത്ഥി യൂണിയന്റെ സഹപ്രവർത്തകരെ, ഏതെങ്കിലും തരത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോ നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തിന്റെ അകത്തും നടത്തിയതുപോലെ ബോംബെറിഞ്ഞോ ആക്രമിച്ചോ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ആ സ്വപ്നമൊക്കെ നിങ്ങൾ മാറ്റിവെച്ചോളൂ എന്നതിന്റെ അടയാളപ്പെടുത്തലാണ് ഈ കാണുന്നത്. ഈ ഇവിടെ നൽകിയതായിരിക്കുന്ന സ്വീകരണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്നതായിരിക്കുന്ന ബിദുൽ ബാലന് കൃത്യമായിട്ട് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. ബിദുൽ ബാലന്റെ വീട് ഈ പ്രദേശത്തിന്റെ നമ്മൾ സംസാരിക്കുന്ന തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ അകത്ത് അവൻ താമസിക്കും. അവൻ ഇനി അവിടെ തന്നെ ഉണ്ടാകും. ഇവിടെയുള്ള DYFIയുടെ ക്രിമിനലുകളോട് പറയാനുള്ളത്, ഈ വീട് ആക്രമിച്ചതിന്റെ പേരിൽ ഒരു അധ്യാപകൻ നമ്മൾ മനസ്സിലാക്കണം. ഒരു ക്യാമ്പസിന്റെ അകത്ത് പഠിക്കുമ്പോ നമുക്ക് വിദ്യ പകരുന്ന ഒരു അധ്യാപകനാണ് ഈ പറയുന്നതായിരിക്കുന്ന ബിദുൽ ബാലന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോ ആ ക്യാമ്പസിന്റെ അകത്തേക്ക്, വിദ്യാലയത്തിന്റെ അകത്തേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്ന രക്ഷിതാക്കൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തെ വാർത്തെടുക്കേണ്ടതായിട്ടുള്ള, വിദ്യാഭ്യാസം കൊടുക്കേണ്ടതായിട്ടുള്ള അധ്യാപകൻ ഇതേപോലെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പോകുമ്പോ ഇനിയുള്ള കാലഘട്ടത്തിന്റെ അകത്ത് അത് വെച്ചു ഉറപ്പിക്കില്ല. ആ പറയുന്ന അധ്യാപകനെ ഈ പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ പാർട്ടി കൈകാര്യം ചെയ്തിരിക്കും. അത് കൃത്യമായിട്ട് ഈ നിമിഷം ഇവിടെ വെച്ച് അടയാളപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ ജില്ലാ KSU കമ്മിറ്റിയുടെ പേരിൽ അഭിവാദനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് KSU. ജനാധിപത്യപരമായ ഒരു സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ബിദുൽ ബാലൻ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഞാൻ തീർത്തും അഭിമാനത്തോടു കൂടിയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത്. ആരോഗ്യവകുപ്പിലെ ഈ കെടുകാര്യസ്ഥതയെ ചോദ്യം ചെയ്യാൻ കോടന്നൂരിൽ നിന്ന് ആണൊരുത്തൻ
വളർന്നു വന്നു എന്ന ഒരു അഭിമാന ബോധത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കോടന്നൂരിൽ ബോംബ് രാഷ്ട്രീയം ഇതാദ്യമായൊന്നുമല്ല. ഒരുപാട് തവണ നമ്മൾ കണ്ടതാണ്. പല വീടുകൾക്ക് നേരത്തെ ഡിവൈഎഫ്ഐ ഗുണ്ടാ സംഘങ്ങൾ ബോംബെറിഞ്ഞും വടിവാളി വീശിയും ഒക്കെയുള്ള അക്രമങ്ങൾ നിരന്തരം തുടർന്നു വന്നപ്പോൾ അതിനെയൊക്കെ ആത്മാഭിമാനത്തോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി ചെറുത്ത് തോൽപ്പിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് കോടന്നൂരിലെ ജനസമൂഹം എന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ ബോംബ് കൊണ്ടും ഈ അക്രമം കൊണ്ടും ഭീഷണി കൊണ്ടും നടത്താൻ കഴിയുന്നതല്ല ഞങ്ങളുടെ ജനാധിപത്യ പോരാട്ടമെന്ന് ഞങ്ങൾ ഒക്കെ പറയുകയാണ്. ഞങ്ങൾ നേരത്തെ തുടർന്നു വന്നിട്ടുള്ള ആ പ്രതിരോധ നിര ഒന്നുകൂടെ ശക്തിപ്പെടുത്തേണ്ടി വരുമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സ്വീകരണ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് അഭിവാദ്യങ്ങൾ 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 പണ്ടേ ഞങ്ങൾ കണ്ടവരോ പോരാളികളുടെ നേതാവ് പോരാട്ടത്തിൽ സമരമുഖത്ത് ഞങ്ങളെയാകെ നയിച്ചവരെ ഇതിൽ ബാല നേതാവ് നിങ്ങൾക്കായിരം അഭിവാദ്യം. വീട്ടിലേക്ക് വണ്ടിക്കാരൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര ആളിലേക്ക് നമ്മൾ അവിടെ അപ്പാടവിടെ കാറ്റം കുത്തിച്ചു. ഞാനായിട്ട് മുന്നില്ല വലിയ അപ്പാട് കാറ്റം കുത്തിട്ട് വിളിക്കാക്കല്ലേ വിട്ടിട്ട് വന്നിട്ട് നിന്നാ പോരുന്ന വളരെയൊന്നും ഒടിച്ചില്ല. ഇതാണ് ജയിലിൽ പോവുക.